നമസ്കാരം. ഗംഗാവാലിയുടെ അടിയിൽ ആ കുത്തൊഴുക്കിൽ, അതുമല്ലെന്നുണ്ടെങ്കിൽ തീരത്തോട് ചേർന്ന് മണ്ണിനടിയിൽ ആഴങ്ങളിൽ അർജുൻ നമ്മളെയെല്ലാം ഒളിച്ച് മാറി നിൽക്കുന്നു എന്ന് കരുതുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ക്യാബിൻ തകർന്നിട്ടില്ല എന്നും ക്യാബിനും അതിന്റെ ബോഡിയും ലോറിയും ഒരുമിച്ച് തന്നെ ഉണ്ട് എന്നും അത് ഏകദേശം 20 അടിയോളം താഴെ ഗംഗാവാലിയുടെ അടിയിൽ ചളിയിൽ പുതഞ്ഞ് ഉണ്ട് എന്നുമാണ്. അവർ ഒന്നുകൂടി പറയുന്നു, ആ ക്യാബിൻ തകർന്നിട്ടില്ല എന്നും ആ ക്യാബിന്റെ ഉള്ളിൽ മനുഷ്യന്റെ, അതായത് ജീവനോടെയോ അല്ലാതെയോ ഉള്ള ഒരു സാന്നിധ്യം ഇല്ല എന്ന്. അപ്പോൾ ക്യാബിനുള്ളിൽ അർജുൻ ഇല്ല എന്ന് സ്പഷ്ടമായി അവർ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ അർജുൻ എന്താണ് സംഭവിച്ചത്? വാഹനം ഓടിച്ച് ഗംഗാവലിയുടെ കരയിൽ ഷൊരൂരിൽ ആ ചായക്കടയുടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ വാഹനം ഓഫാക്കാതെ അർജുൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചായ കുടിച്ചിട്ട് അവിടെ സംസാരിച്ച് നിന്നിട്ട് വിശ്രമിച്ചിട്ട് ലോറിയുടെ അടുത്തോ പരിസരത്തോ നിന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ 15 മിനിറ്റിന് ശേഷം ഈ വലിയ ദുരന്തമുണ്ടാകുന്നത്. ആ ദുരന്തത്തിൽ അർജുൻ ലോറിക്കൊപ്പം പുഴയിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ആ സമയത്ത് തന്നെ ആ പുഴയുടെ ആഴത്തിലെ 12 കിലോമീറ്ററോളം വേഗതയിൽ പോകുന്ന കുത്തൊഴുക്കിൽ അർജുൻ എങ്ങോ പോയി മറഞ്ഞിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ തീരത്തോട് ചേർന്ന് ആ മണ്ണിന്റെ ആഴങ്ങളിൽ ചളിയിൽ പുതഞ്ഞ് തന്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാകണം. അതാണ് നിലവിൽ മനസ്സിലാകുന്നത്. അർജുൻ ലോറിക്ക് പുറത്തായിരുന്നു എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട ശേഷം, അതായത് ഈ ഒരു വലിയ ദുരന്തമുണ്ടായതിനു ശേഷം ഏകദേശം 18 മിനിറ്റോളം ലോറി ഓഫായിരുന്നില്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അർജുൻ ഒരുപക്ഷെ ക്യാബിനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രമിച്ചേനെ. അത്തരത്തിലുള്ള യാതൊരു ശ്രമവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാബിനിൽ ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. വാഹനം ഏകദേശം 18 മിനിറ്റോളം ഓണായിരുന്നല്ലോ. ആ ക്യാബിനിൽ അത്ര പെട്ടെന്നൊന്നും വെള്ളം കയറില്ല എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ലോക്കാണ്, AC ആണ്, വാഹനം ഓഫായിരുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ അപകട സമയത്ത് തന്നെ അർജുനൻ ഒന്നുകിൽ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെളിയിൽ പുതഞ്ഞു പോയിട്ടുണ്ട്. വാഹനത്തിന് പുറത്ത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അന്വേഷണ സംഘം, രക്ഷാപ്രവർത്തക സംഘം അത്യന്താധുനിക ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ ലോറി കണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ ലോറിയിലെ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പിക്കുന്നത്. അതോടൊപ്പം അവർ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. സാധാരണ ഡൈവേഴ്സിന് വെള്ളത്തിനടിയിൽ പോയി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു 2 കിലോമീറ്റർ വേഗത ആണ് ഒഴുക്കിനുണ്ടെങ്കിൽ ഒക്കെ പറ്റൂ. പക്ഷേ ഗംഗാവാലിയെ സംബന്ധിച്ചിടത്തോളം 12 കിലോമീറ്ററോളം വേഗതയിൽ അടിയൊഴുക്കുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അതിലേക്ക് ഡൈവ് ചെയ്ത് പോയി പരിശോധിക്കുക എളുപ്പമല്ല എന്ന് പറയുന്നു. അവിടെ മറ്റൊന്നുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. ഈ ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് പോയവരും മണ്ണിൽ പുതഞ്ഞവരുമായ അവിടെ അപകടത്തിൽപ്പെട്ട ആരും തന്നെ ഇന്ന് ജീവനോടെ ഇല്ല എന്ന് 11ാം ദിവസം നമുക്ക് ഉറപ്പിച്ചു പറയാം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യത്തിലേക്ക് കുറെ ജീവന് കൂടി ബലിയിടുക എന്ന് പറയുന്നത് ആർക്കും തന്നെ അനുകൂലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടെല്ലാം പെടുന്നത്. പക്ഷെ ഒരു ജീവനും രക്ഷിക്കാനില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ജീവൻ കളയുന്നതിന് വേണ്ടി എന്തിന് നമ്മൾ പുറപ്പെടണം എന്നവർ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ലോറി ക്രെയിൻ ഉപയോഗിച്ച് കരയിലേക്ക് കെട്ടിവലിക്കാനുള്ള ഒരു സാഹചര്യം അവർ ആലോചിച്ചു. പക്ഷെ അതും പ്രായോഗികമല്ല എന്നൊരു നിഗമനത്തിലാണ് അത് എത്തുന്നത്. ഇപ്പോൾ ചെളിയിൽ പുതഞ്ഞാണ് കിടക്കുന്നത്. ആ ചെളിയിൽ നിന്ന് ആ ലോറി മുകളിലേക്ക് പൊന്തുന്ന നിമിഷം 12 കിലോമീറ്ററോളം പോകുന്ന ആ കുത്തൊഴുക്കിൽ ആ ലോറി ഒഴുകിപ്പോവും, ഒപ്പം ആ ക്രെയിനും. അപ്പോൾ അത്തരത്തിൽ ലോറി പുറത്തെത്തിക്കുക എന്നുള്ളത് നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ ഇനി ആരും ബാക്കിയില്ല, രക്ഷപ്പെടാനും ആരും ബാക്കിയില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് ഒരു കളിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അവർ തയ്യാറാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഈ പറഞ്ഞതൊക്കെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിഗമനങ്ങളാണ്. അതായത് ലോറി പുഴയിലുണ്ട് എന്നത് അവരുടെ കണ്ടുപിടുത്തമാണ്. ആ ക്യാബിൻ തകർന്നിട്ടില്ല എന്നത് കണ്ടുപിടുത്തമാണ്. അതിന്റെ ഉള്ളിൽ അർജുൻ ഇല്ല എന്നത് അവരുടെ നിരീക്ഷണമാണ്, ഒന്നും നേരിട്ട് കണ്ടതല്ല. അതുകൊണ്ട് തന്നെ നിഗമനങ്ങൾ എന്നേ അതിനെ പറയാൻ പറ്റൂ. രണ്ടായാലും അർജുനൻ ജീവിച്ചിരിക്കുന്നില്ല എന്നത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിൽ ഇനി ഒരു ജീവനെ കൂടി നഷ്ടപ്പെടുത്തേണ്ട എന്നത് തന്നെയാണ് അവരുടെ തീരുമാനമെന്ന് തോന്നുന്ന വിധത്തിൽ അവരുടെ ലീഡറെ, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ ഒക്കെ ഡൽഹിയിലേക്ക് എന്തൊക്കെയോ ആലോചനയ്ക്ക്, ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തെരച്ചിൽ വീണ്ടും നടക്കുമോ അതോ തെരച്ചിൽ അവസാനിപ്പിക്കുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്.